ഹായ് എവരി വൺ. നമ്മൾ ലോഡിങ്ങിന് വേണ്ടി F12 സ്ലോട്ടിലെത്തി. അവിടെ എത്തിയ ശേഷം നമ്മളെ ചേസ് പൊക്കണം. അതിന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ റിമോട്ടാണിത്. ചേസ് പൊക്കിയില്ലെങ്കിൽ ഇത് പൊങ്ങണം കണ്ടോ, ടയറിൽ നിന്നിട്ട് ഗ്യാപ്പ് ഉണ്ടാവണം. അല്ലെങ്കിൽ ലോഡ് വെക്കുമ്പോഴത്തേക്കും എയർ ബാഗ് ആയതുകൊണ്ട് അതിൽ അമരും, വീലിൽ വന്നേക്കും. അതിൻ്റെ ടർപ്പാള ഇങ്ങനെ ഓപ്പൺ ആക്കും. എന്നിട്ട് ബാക്കിലെ ലാഡർ വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് നേരെ കയറുന്നത്. ഉള്ളിൽ നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റ് ഇടും. കാര്യം പേപ്പർ റോളാണ് കയറ്റുന്നത്, സ്കിഡ് ആകാതിരിക്കാനാണ്. നമ്മൾ ലോഡിങ് ചെയ്യാനാണ്. ഇവിടെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ആക്സിലിനും എത്ര വെയിറ്റ് വെക്കണമെന്ന് ഇവിടെ ഇവർക്ക് ഒരു കണക്കുണ്ട്. അങ്ങനെ ആയിരിക്കും ആ ഒരു ലോഡ് ഇവർ കയറ്റിവിടുന്നത്. ഇവർക്ക് ഓവർലോഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആയിരിക്കും എപ്പോഴും. കമ്പനിയിൽ ലോഡിങ് ചെയ്ത് തന്നെ അവർക്കറിയാം ഇത് ലോഡ് എങ്ങനെ വെച്ച് വിടണമെന്ന്. നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സൈഡ് കോർണർ വെച്ചിട്ട് ബെൽറ്റ് 4 സൈഡിലേക്ക് വെക്കും. 2 ഉള്ളത് കൊണ്ടാണ് 4 സൈഡിലേക്ക് വെക്കുന്നത്. ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഈ ആംഗ്ലർ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും. നമ്മൾ ടൈറ്റ് ചെയ്തെങ്കിലും കാർഗോ നമ്മൾ മാക്സിമം എല്ലാം ചെക്ക് ചെയ്യും. കാര്യം ഒരെണ്ണം മിസ്സായിപ്പോയാൽ തന്നെ ഈ റോള് മറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ലാസ്റ്റ് ലോഡിങ് എല്ലാം കഴിഞ്ഞ് ഇതേപോലെ ഒരു ക്രോസ് ബാർ വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ മാപ്പ് എടുക്കും. ലോഡ് ചെയ്ത ശേഷം നമ്മൾ അതിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കും ഗൂഗിൾ മാപ്പിൽ. എന്നിട്ട് ആ അഡ്രസ്സിൽ ആ റെഡിൽ പ്രസ് ചെയ്തുമ്പോഴത്തേക്കും കോർഡിനേഷൻ നമ്പർ കിട്ടും. അതെടുത്തിട്ട് വലിയ ട്രക്ക് പോകുന്ന ആപ്ലിക്കേഷനുകൾ ഇവിടുത്തെ ഫോണിൽ കിട്ടും. ഇത് കമ്പനി ഫോണാണ്. ഇതിൻ്റെ അകത്ത് ആ നമ്പർ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പോകേണ്ട കിലോമീറ്റർ സ്ഥലം കാണിച്ചു തരും നമുക്ക്. ആ ഒരു പ്ലേസിലേക്ക് പോകാൻ വേണ്ടി 3 വഴിയുണ്ട്. അത് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കിലോമീറ്ററുകളാണ്. അതിൽ നമ്മൾ കൺവീനിയൻസ് ആയിട്ടുള്ള റൂട്ട് എടുക്കുക. ഔസ്ത്രിയക്ക് പോകാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 3 റൂട്ടുണ്ട്. ഞാൻ എടുത്ത റൂട്ട് ഔസ്ത്രിയയിലേക്ക് പോകാൻ വേണ്ടി ജർമ്മനിയിൽ നിന്നുള്ള റൂട്ടാണ്. പക്ഷേ ഇത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രാഗ് ആ വഴി കയറി പോകാൻ വേണ്ടി പറ്റും. പക്ഷേ അതെപ്പോഴും ട്രാഫിക് കൺജങ്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ ടോളും കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എടുത്തത് ജർമ്മനിയിൽ നിന്ന് ഔസ്ട്രിയ കയറാൻ വേണ്ടിയാണ്. അത് മോട്ടോർ വേ ആണ്. ട്രാഫിക് കൺജൻഷനൊക്കെ കുറവായതുകൊണ്ട് ആ വഴി സെലക്ട് ചെയ്തിട്ട് ഞാൻ ആ വഴി പോവുകയായിരുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോഴത്തേക്കും വളരെ ചുരുക്കം വാഹനങ്ങളെ നമ്മൾ കാണാറുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ജനസംഖ്യ വളരെ കുറവും കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മളുടെ നാടുകളിലെ പോലെ ഭയങ്കര റഷായിട്ടുള്ള തിരക്ക്, അതേപോലെ ഡ്രൈവിങ്ങിൻ്റെ പ്രോബ്ലംസ്, വയലേഷനൊക്കെ അധികം ഉണ്ടാകാറില്ല. ഇവിടെ കൂടുതലും ഉണ്ടാവുമെങ്കിൽ തന്നെ ക്യാമറയുടെയൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുള്ളൂ. 8 രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഔസ്ട്രിയ സംസാരിക്കുന്നതും ഡോയ്ച്ച്ലാൻഡാണ്. ജർമ്മനിലെ ലാംഗ്വേജ് തന്നെയാണ്. ഡോയ്ച്ച്ലാൻഡിൻ്റെ അർത്ഥം ആക്കുന്നത് ദ പീപ്പിൾസ് ലാൻഡ് എന്നാണ്, ആളുകളുടെ ഭൂമി എന്നാണ്. യൂറോപ്പിലെ ഓൾമോസ്റ്റ് വീടുകളൊക്കെ കാണാൻ വേണ്ടി വളരെ മനോഹരമാണ്. നമ്മുടെ നാട്ടിലെ പണ്ട് കാലത്ത് വെച്ചിരുന്ന ഓടിട്ട വീടുമായിട്ട് ഇതിന് സാദൃശ്യമുണ്ട്. മുകൾ ഭാഗമൊക്കെ പോയിൻ്റായിട്ടായിരിക്കും. കാര്യം എപ്പോഴും ഇവിടെ സ്നോഫോൾ വീണുകൊണ്ട് അത് സ്പ്രെഡായിട്ട് താഴത്തേക്ക് പോകാൻ വേണ്ടിയാണ്. ബിൽഡപ്പ് ഏരിയ കൂടി എപ്പോഴും നമ്മൾ പാസ് ചെയ്യുന്ന സമയം റോഡിന് ഭയങ്കര വീതി കുറവായിരിക്കും. ഇതേപോലെയൊക്കെ ഇരിക്കും. കാര്യം ഇതൊരു ജനവാസ മേഖലയും കൂടിയാണ്. ബിൽഡപ്പ് ഏരിയ കൂടി എപ്പോഴും പോകുമ്പോഴത്തേക്കും സ്പീഡ് ലിമിറ്റേഷൻ ഉണ്ടാവും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യാമറകളും ഉണ്ടാവും. കാരണം ബിൽഡപ്പ് ഏരിയയിൽ നമ്മൾ വണ്ടിയുമായിട്ട് കയറി കഴിഞ്ഞാൽ വണ്ടിക്കല്ല പ്രയോറിറ്റി, ഇവിടെ പെഡസ്ട്രിയനാണ് പ്രയോറിറ്റി. കാൽനട യാത്രക്കാരൻ ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നാൽ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിരിക്കണം. ജർമ്മനിയിലുടനീളം യാത്ര ചെയ്യുന്നവർക്ക്, കാറിലും ട്രക്കിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പബ്ലിക് ടോയ്ലറ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ, ചിലപ്പോൾ 5, 10 ഇതിനുള്ളിൽ ഒക്കെ നമുക്ക് ബോർഡ് കാണാൻ വേണ്ടി പറ്റും. WC എന്നും പറഞ്ഞ് അവിടെ ക്യാഷൊന്നും നമ്മൾ കൊടുക്കണ്ട. ഇത് ഒരു പബ്ലിക് ടോയ്ലറ്റാണ്.
അതുകൂടാതെ തന്നെ പ്രൈവറ്റായിട്ടുള്ളതുണ്ട്, അത് മിക്കതും പമ്പിൻ്റെ അണ്ടറിലായിരിക്കും. അവിടെ ഷവറിങ് നമ്മൾ ക്യാഷ് കൊടുക്കണം. ഷവറിന് പോണതിന് 4 യൂറോയും ടോയ്ലറ്റിൽ പോണതിന് 1 യൂറോയൊക്കെ കൊടുക്കണം. അത് പ്രൈവറ്റായിട്ടുള്ള ഭാഗങ്ങളിലാണ് ഉള്ളത്. കൂടുതലും ഇങ്ങനെയുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ക്യാഷ് കൊടുക്കാതെ തന്നെ. നമ്മൾ മോട്ടോർ വേയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിലേക്ക് കൂടി സ്പീഡ് കൂട്ടണം. എന്നിട്ടേ നമുക്ക് ഇടതുവശത്തെ ട്രാക്കിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ പുറകിൽ നിന്ന് വന്ന വാഹനങ്ങൾക്ക് നമ്മൾ കടത്തിവിടും. കാരണം സ്പീഡ് കുറയാതെ തന്നെ അവൻ്റെ സ്പീഡും കുറയില്ല, നമ്മളുടെ സ്പീഡും കുറയില്ല. നമുക്ക് ട്രാക്കിൽ കൂടി ഓൾറെഡി കയറി പോകാൻ വേണ്ടി പറ്റും. ചെറിയൊരു സ്പീഡിൻ്റെ വേരിയേഷൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ. എനിക്ക് പാസ് ചെയ്ത് പോകേണ്ടത് ഇവിടെ നിന്ന് വലതുവശത്തേക്കുള്ള വഴി കൂടിയായിരുന്നു. പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിട്ടാക്കണതാണ്. കാര്യം ബ്ലാക്ക് ഐസ് ഉള്ളതുകൊണ്ട് വണ്ടി അവിടെ കൂടി കടത്തി വിടുന്നില്ല. അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് യൂട്ടേൺ എടുത്ത് അപ്പുറത്തെ സൈഡ് വശം വന്നം. അവിടെ അത്യാവശ്യം നല്ലൊരു ട്രാഫിക് കൺജൻഷൻ ഉണ്ട്. ഈ ട്രാഫിക് കൺജൻഷനിൽ കിടക്കുന്ന വണ്ടികളെല്ലാം വലതുവശത്തേക്ക് പോകേണ്ട വണ്ടിയായിരുന്നു. പക്ഷേ ബ്ലാക്ക് ഐസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിലേ പോകാൻ വേണ്ടി പറ്റിയില്ല. ഇനി ഞാനും കറങ്ങി വന്നിട്ട് ഇതിൻ്റെ അടുത്ത് ഈ ലൈനിൽ വന്നിട്ട് കിടക്കണം. ട്രാഫിക് കൺജൻഷൻ എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ലൈൻ കറക്റ്റായിട്ട് പാലിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇടതുവശത്തു കൂടി പോകുന്ന വണ്ടികൾക്കൊന്നും ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ മാക്സിമം പോകാൻ വേണ്ടി പറ്റും പെട്ടെന്ന്. നമ്മൾ ഇന്ന് ഓടി ഔസ്ത്രിയ എത്തൂല. അപ്പോൾ അത് കാരണം ഇന്ന് എൻ്റെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ പെട്രോൾ സ്റ്റേഷനിലേക്ക് പോകണേന് പാർക്ക് ചെയ്യാൻ വേണ്ടി. യൂറോപ്പിലെ എല്ലാ പെട്രോൾ സ്റ്റേഷനിലും ഒരു പ്രത്യേകതയുണ്ട്, ഓൾമോസ്റ്റ് പെട്രോൾ സ്റ്റേഷനിലും. കാര്യം നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് അകത്തേക്ക് ചെന്ന് ഡീസൽ അടിച്ച് പെട്രോൾ അടിച്ച് പിന്നെ ഉള്ളത് നമ്മൾക്ക് നേരെ പാർക്കിംഗ് പ്ലേസിലേക്ക് പോയി പാർക്ക് ചെയ്യുക, അവിടെ നിന്ന് എക്സിറ്റ് പോവുക. നമ്മൾ അല്ലാതെ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കിടന്ന് റൗണ്ട് അടിച്ച് കളിക്കാനും പോവുക തിരിച്ചു വരിക അങ്ങനെയുള്ള പരിപാടിയില്ല. നമ്മൾ ആ ട്രാക്കിൽ പോകുന്നു, ആ ട്രാക്കിൽ കൂടി പോകാം. ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ പെട്രോൾ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കും. അല്ലാതെ നമ്മൾ മെയിനായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റിവേഴ്സ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടുത്തെ ഒരു ക്രമീകരണം അങ്ങനെയാണ്. ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്ന ട്രാക്കുമായിരിക്കും. നമ്മൾ വണ്ടി എടുത്തിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഇന്ന് പാർക്കിംഗ് ഏരിയ തിരക്കില്ലെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ നമ്മൾ ട്രാക്ക് കിട്ടില്ല, നമ്മൾ ചിലപ്പോൾ സൈഡിലൊക്കെ ഇടും, വണ്ടികളുടെ പുറകിൽ തന്നെ ഇട്ടിട്ടൊക്കെ കിടക്കുന്നത്. പക്ഷേ ഇന്നിവിടെ ട്രാക്കൊക്കെ ഉണ്ട്. ഞാൻ ഈ ലൈൻ കാണുന്ന ട്രാക്കിൽ നിർത്തി ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്യണത്.
മോർണിംഗ് ഒരു 4-4:30 ആയപ്പോഴത്തേക്കും വണ്ടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം സ്നോഫോളൊക്കെ പെയ്ത് സംഭവം എല്ലായിടത്തും നല്ല വൈറ്റായിട്ടിരിക്കുന്നുണ്ട്. ട്രക്ക് രാവിലെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, ടയർ എവിടെയെങ്കിലും പഞ്ചറുണ്ടോ എങ്ങനെയാണെന്നൊക്കെ. കാര്യം പഞ്ചർ മാത്രമല്ല, അല്ലാതെയുള്ള പ്രോബ്ലംസൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും മോഷണമൊക്കെ പോകാം, ഡീസൽ പോകാം, ടയർ പോകാം. അത് കാരണം നമ്മൾ സ്ലീപ്പിങ്ങിലായിരുന്നല്ലോ നൈറ്റ്, അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് എണീക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് നേരെ വണ്ടി എടുക്കും. മോർണിംഗ് തന്നെ അത്യാവശ്യം നല്ലൊരു സ്നോഫോളാണ്. ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഡിഫറെൻ്റാണ്. ചില സ്ഥലത്ത് റെയിനായിരുന്നു, ചില സ്ഥലത്ത് സ്നോഫോള്, ചില സ്ഥലത്ത് സ്നോഫോളും റെയിനും ഐസും ഒന്നുമില്ല, നോർമലായിട്ടുള്ളതായിരുന്നു. ഞാൻ ബിൽഡപ്പ് ഏരിയ കൂടി ഓടുന്ന സമയത്ത് ഒരു കാഴ്ച ഉണ്ട്. ഈ ഭാഗത്ത് ഇതൊരു ടൂറിസം പോലെ ചെയ്യുന്നതാണ്. കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതേപോലെ കുതിരവണ്ടിയുടെ ട്രക്കിൽ കയറ്റിയിട്ട് റൗണ്ടിങ് ചെയ്യും. ഈ ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ ഇത് ഞാൻ കണ്ടിരുന്നു. നമ്മളങ്ങനെ കാടും മലയും പാലങ്ങളും താണ്ടി ഒരുപാട് ക്ലൈമറ്റും ആസ്വദിച്ച് അൺലോഡ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലെത്തി.